ഞാൻ ജൽജാമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ കുറച്ച് ചെമ്മീനെടുത്ത് പൊരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ആവശ്യമായത് കുറച്ച് ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ചെമ്മീനുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഉള്ളി, ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ പച്ചമുളക്, എന്നാൽ ഒരു 6 പച്ചമുളകുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചതച്ചതാണ്. അതിലേക്ക് ആവശ്യമുണ്ട് ഏലക്കായി കുത്തി വെച്ചത്, കറാമ്പൂ, പട്ട, പിന്നെ അരി, പച്ചരി അത് നെയ്ച്ചോറിൻ്റെ അരി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയുണ്ട്. പശു നെയ്യ്, തക്കാളി, കറിവേപ്പില, ഇതാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഞാൻ ഇതിലേക്ക് ഈ വാട്ടിയെടുത്ത ഇതിലേക്ക് ഉള്ളിയും അണ്ടിയും പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്തതിലേക്ക് ഈ ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ഗ്യാസ് കത്തിച്ചു. പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂടുവെള്ളം, അരിയിലേക്ക് ആവശ്യമായ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് മൂത്ത് വരണം. അതിന് ശേഷം ഇത് രണ്ടും മൂത്ത് വന്നതിന് ശേഷം ഈ പച്ചമുളക്, ഉള്ളി, തക്കാളി ഇടും. എന്നിട്ട് കാണിച്ചു തരാം. ചെറുങ്ങനെ ഒന്ന് മൂത്തു. ഇനി അതിനകത്തേക്ക് മുളകിടണം. മുളകിട്ട് രണ്ടാൾക്ക് ആവശ്യമായ ചെമ്മീൻ ബിരിയാണി ആക്കുന്നത്. അതുകൊണ്ടാണ് 2 ഗ്ലാസ് എടുത്തിരിക്കുന്നത് അരി. ഇതൊന്ന് നല്ലോണം ഒന്ന് മുക്കണം. പച്ചമുളക് ഒന്ന് നല്ലോണം കുറച്ചൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ഉള്ളിയിടാം. ചെമ്മീന് നല്ലോണം മൂത്ത് അരിവായിട്ടുണ്ട്. നല്ലോണം വറുത്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ ചെമ്മീനാണ്, വലിയ ചെമ്മീനല്ല. ഇനി ഇതിലേക്ക് ഉള്ളിയിടാം. കുറച്ച് ഉള്ളിയിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴണ്ടി വന്നു. ഇനി അതിലേക്ക് തക്കാളി, ഉള്ളി നല്ലോണം മൂത്തു. ഇനി അതിൻ്റെ അകത്ത് തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ടു. അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂക്കണം. ഇനി ഇതിനകത്ത് ചെമ്മീനിടണം. ചെമ്മീനിട്ട് നല്ലോണം ഒന്ന് വേവിക്കണം. കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിരുന്നല്ലോ, അതിടാം. ചെമ്മീനിടാം. ചെമ്മീനിട്ട് നല്ലോണം വേവിക്കണം. ഈ ചെമ്മീനും തക്കാളിയും എല്ലാം വേകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതൊന്ന് വേവട്ടെ. അപ്പോഴേക്ക് നെയ്ച്ചോറിൻ്റെ പണി ഇനി നോക്കാം.
നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ബിരിയാണി നെയ്ച്ചോറ് വെക്കണ്ടേ. അതിന് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് ഇനി അത് നല്ലോണം ചൂടായപ്പോൾ അതിനകത്ത് അരിയിട്ടു. ഇതൊന്ന് നല്ലോണം മുരിയണം. വെളിച്ചെണ്ണ പശുവിനെ എടുക്കണമെന്ന് മുരിയണം. ഇതിലേക്ക് ചതച്ച് വെച്ച കാറാമ്പൂ, പട്ട, ഏലക്കായ് എല്ലാം ഇടണം. രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് രണ്ടാക്കേ വേണ്ടു. അരിയൊന്ന് നല്ലോണം മൂക്കണം. അരി ചെമ്മീനും ഇത് ഇവിടുന്ന് വേവുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല എടുക്കും. ഇതിനകത്ത് അരി നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ചൂട് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂട് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കട്ടെ. നമ്മുടെ ബിരിയാണി മസാല, ചെമ്മീൻ മസാല ഇവിടെ റെഡിയായി. ഇതിനകത്ത് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെമ്മീൻ മസാല, ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടുള്ള മസാല ഇവിടെ റെഡിയായി. ചോറിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം തിളക്കട്ടെ. അത് തിളച്ചൊന്ന് വേവട്ടെ. അടച്ചേക്കാം. ചെമ്മീൻ മസാല ഇവിടെ റെഡിയാക്കി വെച്ചു. വെക്കാം. നെയ്ച്ചോറ് ഏകദേശം വെന്തില്ല. ഇളക്കിയിടട്ടെ.
ഇളക്കട്ടെ. നെയ്ച്ചോറ് റെഡിയായി. നെയ്ച്ചോറ് റെഡിയായി. ഈ ചെമ്മീൻ മസാല ഇതിനകത്ത് ഇടണം. ഇതിൻ്റെ അകത്ത് നിന്ന് പകുതി ചോറ് ഇങ്ങോട്ട് മാറ്റി. ഇനി ഇതിലേക്ക് മസാലയെല്ലാം ഇട്ട് കൊടുക്കണം. ചെമ്മീൻ മസാല, ചെമ്മീൻ മസാല ഇതിനോട്ട് ചെമ്മീനെല്ലാം വഴറ്റി വെച്ചത് ഇതിനകത്ത് ഇങ്ങനെ ഇടണം. ഇനി ഇതിനകത്ത് എടുത്ത് വെച്ച ചോറ് ഇതിനകത്ത് ഇടുക. നെയ്ച്ചോറ് എടുത്ത് വെച്ച നെയ്ച്ചോറ് ഇതിനകത്തിട്ട് നെയ്ച്ചോറിട്ട് ഇനി ഇതിനകത്ത് ഉള്ളി വഴറ്റി വെച്ചത് ഉള്ളി ഇട്ടു. അങ്ങനെ ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇതിനകത്തിട്ട് ഇതിനകത്തിട്ടു. ഇതിനകത്ത് ലേശം ബിരിയാണി മസാല ഇങ്ങനെ വേറി കൊടുക്കണം. ഇങ്ങനെ ബിരിയാണി മസാല ഇങ്ങനെയൊന്ന് ബിരിയാണി മസാല ഇട്ടു. നിങ്ങൾക്ക് പുതിന ചപ്പിടാം. ഞാൻ പുതിന ചപ്പിടുന്നില്ല. ഞാൻ അതിന് ബദൽ കറിവേപ്പിലയാണ് ഇടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബായ്.